നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. ദേശീയ തലത്തിൽ നരേന്ദ്രമോദി മൂന്നാം വട്ടം രാജ്യത്തിൽ അധികാരത്തിലെത്തുന്നതിന് വേണ്ടി 400-ലധികം സീറ്റുകൾ പിടിക്കും എന്ന് BJP. ഇതേ അവസരത്തിൽ തന്നെ ദക്ഷിണേന്ത്യയിൽ മുന്നേറ്റം കുറിക്കാനായി BJPയും തയ്യാറെടുക്കുന്നു. കേരളത്തിലെ അക്കൗണ്ട് തുറക്കണം എന്നുള്ള ഒരു കഠിനാധ്വാനവും ദേശീയ നേതൃത്വം നടത്തുകയാണ്. അത് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇതിനകത്ത് ശക്തമായ മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ ഒരു ശുദ്ധികലശത്തിനുള്ള സമയമാണ് അവർ വിലയിരുത്തപ്പെടുന്നത്. കഴിച്ചിട്ടിറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത തരത്തിലുള്ള ചിലരെയൊക്കെ വെട്ടിനിരത്തുവാൻ BJPക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അവരത് ചെയ്തില്ലെങ്കിൽ ആജീവനാന്തം ഇതിനെയെല്ലാം ചുമക്കേണ്ടി വരികയും ചെയ്യും. ആ ഒരൊറ്റ കാരണത്താൽ BJP നേതൃത്വം പ്രത്യേകിച്ച് അദ്വാനി മോദിജിയെ മുഖ്യമന്ത്രിയായി അവരോധിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ അരങ്ങേറിയ വിവാദമായ ഗുജറാത്ത് കലാപത്തിന് ശേഷം മോദിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ജീവിതത്തിൽ ജയം മാത്രം കൈമുതലായ മോദിജിയുടെ ഏറ്റവും വലിയ സ്വപ്നം തനിക്ക് വിലക്കേർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് പറക്കുക എന്നതായിരുന്നു. പ്രധാനമന്ത്രി എന്നുള്ളത് അദ്ദേഹം അത്ര സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. അമേരിക്കയ്ക്ക് പറക്കുവാനുള്ള PR വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രമോദ് മഹാജൻ കൊല്ലപ്പെടുകയും അവിചാരിതമായി നിതിൻ ഗഡ്കരി തലപ്പത്തേക്ക് വരികയും അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ നിർഭയ സമരങ്ങളും UPAയുടെ ക്ഷീണവും BJP നേതൃത്വത്തിലേക്ക് ഗുജറാത്തികളായ മോദിയെയും അമിത്ഷായെയും നിതിൻ ഗഡ്കരി കണ്ടെത്തുകയും ചെയ്തതോടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാവി മാറ്റിയെഴുതപ്പെട്ടു. BJP ദേശീയ നേതാക്കൾ വമ്പൻ സ്രാവുകളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ നേതൃത്വം പോരാ എന്നുള്ളത് കൊണ്ടും അവരുടെ പിടിപ്പുകേടുകൾ കൊണ്ടും ആരെയും ആകർഷിക്കുവാനാകുന്നില്ല. ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പോടെ നേതൃത്വത്തിൽ സമൂലമായ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഇത്തവണ സീറ്റ് വിഭജനം എന്ന് മനസ്സിലാക്കാം. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയവും ജയസാധ്യതയുള്ള മണ്ഡലങ്ങളും ഏറ്റവും മോശം മണ്ഡലങ്ങളും എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം. കേരളത്തിലെ നേതൃത്വം ഒരു വിഭാഗത്തെ അരിഞ്ഞു വീഴ്ത്തുവാൻ മണ്ഡലങ്ങൾ വെച്ച് മാറ്റിയപ്പോൾ കേന്ദ്ര നേതൃത്വം കേരള നേതൃത്വത്തെ ഇല്ലാതാക്കുവാൻ സ്ഥാനാർത്ഥി നിർണയം നടത്തിയെന്ന്. ഉദാഹരണമായി കഴിഞ്ഞ തവണ 2.5 ലക്ഷം വോട്ടുകൾ നേടിയ വിവാദ നായിക ശോഭാ സുരേന്ദ്രന്റെ ശോഭ കെടുത്തുവാൻ ആലപ്പുഴയിലേക്ക് മാറ്റിയത് ഒതുക്കലിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന കേന്ദ്രമന്ത്രി മുരളീധരന് ശോഭ പിടിച്ച വോട്ടുകൾ പിടിക്കുവാൻ പറ്റിയില്ലെങ്കിൽ മുരളീധരന് രാഷ്ട്രീയ ഭാവി ഒരുപക്ഷെ മിസോറാമിലേക്ക് ഒതുങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. അവിടെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത മത്സരം കാഴ്ചവെക്കാമെന്നായിരുന്നു സുരേന്ദ്രനോടുള്ള കേന്ദ്ര നീരസം വ്യക്തമാക്കുന്ന നടപടി. അല്ലെങ്കിൽ സുരേന്ദ്രനെ തലസ്ഥാനത്ത് ശശി തരൂരിനെതിരെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കാം. കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച മണ്ഡലമായ വയനാട്ടിലേക്ക് നാട് കടത്തി ഇനിയിപ്പോൾ വയനാട്ടിൽ തുഷാർ വെള്ളാപ്പള്ളി പിടിച്ച വോട്ടുകൾ പിടിക്കുവാനായിട്ടില്ലെങ്കിൽ അക്കാരണത്താൽ പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെടും. ഇത്തവണ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടുകൾ പിടിക്കുമോ എന്ന ആശങ്ക വേറെയും നിൽക്കുന്നുണ്ട്. AN രാധാകൃഷ്ണൻ, കൃഷ്ണദാസ്, CK പത്മനാഭൻ തുടങ്ങിയവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ ലിസ്റ്റ് വന്നെങ്കിലും ജനകീയനായ ആരും തന്നെ പകരക്കാരായി വന്നിട്ടില്ല എന്നത് പാർട്ടിക്ക് ഏറെ ക്ഷീണം ചെയ്യും. കഴിഞ്ഞ തവണ നേടിയ വോട്ടുകൾ ഇത്തവണ നേടുവാനായില്ലെങ്കിൽ കേരളത്തിൽ നിന്നും പാർട്ടിയിലേക്കുള്ള ഒഴുക്ക് കുറയും. എന്തൊക്കെയായാലും ഒരിക്കൽ BJPയെ പറ്റിച്ചു പോയ PC ജോർജിനിട്ട് BJP കൊടുത്ത പണി നന്നായി.